പ്രവർത്തനം സാധാരണ നിലയിലെത്തിക്കാൻ നടപടി ഊർജിതമാക്കി ദുബായ് വിമാനത്താവളം. സർവീസുകൾ ഭാഗികമായി ആരംഭിച്ചു. ദുബായിലെ മഴക്കെടുതിയിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ ബ്ലസ്സി ഉൾപ്പെടെ മലയാളി സിനിമാ പ്രവർത്തകരുമുണ്ട്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കിയത്. മഴയെ തുടർന്ന് 1244 വിമാനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടെ ദുബായിൽ റദ്ദാക്കിയത്. കാലാവസ്ഥ അനുകൂലമായതോടെ ടെർമിനൽ 1 വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം എമിറേറ്റ്സ് എയർലൈൻസ്, ഫ്ലൈ ദുബായ് തുടങ്ങിയവയും നിർത്തിവച്ച സർവീസ് ഭാഗികമായി ആരംഭിച്ചു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് രാജ്യത്തേക്ക് പുറപ്പെട്ടവരെയും പ്രതിസന്ധിയിലാക്കി. ഒട്ടേറെ വിമാനങ്ങളാണ് സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ചിലത് അനിശ്ചിതമായി വൈകുകയും ചെയ്തു. ഇതോടെയാണ് സംവിധായകൻ ബ്ലസ്സി ഉൾപ്പെടെയുള്ള ആടുജീവിതം സിനിമയുടെ പ്രവർത്തകർ മണിക്കൂറുകളോളം പ്രതിസന്ധിയിലായത്. നാട്ടിലെ ചൂടിൽ നിന്നുകൊണ്ട് ഇവിടെ എത്താനായിട്ട് ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള, എന്നേക്കാൾ കൂടുതൽ 2 ദിവസം അതിനുവേണ്ടി ബുദ്ധിമുട്ടിയ ആൾക്കാരാണ് ഈ ഗോകുലും ജിതിനും ഒക്കെ. കോഴിക്കോട് നിന്ന് ദുബായിലെത്തിയ നടൻ ഗോകുലും ഗായകൻ ജിതിനും 24 മണിക്കൂറോളമാണ് അൽ മക്തൂം വിമാനത്താവളത്തിൽ ചെലവഴിച്ചത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വഴിതിരിച്ചു വിട്ടതായിരുന്നു വിമാനം. ആടുജീവിത സിനിമയിലെ ഇബ്രാഹിം ഖാദിരിയെ പോലെ ഒട്ടേറെ പേരാണ് ദൈവദൂതരെ പോലെ ഭക്ഷണവും വെള്ളവുമായി എത്തിയതെന്ന് ഗോകുൽ പറഞ്ഞു. ഇവർ വരുമ്പോൾ അവരുടെ കയ്യിലുണ്ടാകുന്ന ഓരോ ഫുഡ് ഉണ്ടാവല്ലോ, ഫുഡൊക്കെ ഇങ്ങനെ നമ്മൾ കോഴിക്കോട്ടുകാർ യൂഷ്വലി പറയാറുണ്ട്, കഴിച്ചോന്നാണ് ചോദിക്കുക കണ്ടു കഴിഞ്ഞാൽ ഉടനെ. അപ്പോൾ അതുപോലെ എല്ലാവരും വന്നിട്ട് കഴിച്ചോന്നാണ് ചോദിക്കുന്നത്. 24 മണിക്കൂറിനകം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകുമെന്ന് അധികൃതർ അറിയിച്ചു. ജനം, ദുബായ്.